സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഗസൗഖ്യത്തിനായുള്ള പ്രാർത്ഥന. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദൈവം തീർച്ചയായും കേൾക്കും. ആയതിനാൽ നമുക്കൊരുമിച്ച് ഭയത്തോടും ഭക്തിയോടും നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, രണ്ടോ അതിലധികമോ പേർ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അങ്ങ് തീർച്ചയായും അവിടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്തോത്രത്തോടെ അങ്ങയുടെ കവാടങ്ങളിൽ പ്രവേശിക്കുകയും സ്തുതിയോടെ അങ്ങേ സന്നിധിയിൽ വരികയും ചെയ്യുന്നു. അങ്ങ് അത്ഭുതവാനും ശക്തനുമായ പിതാവാകുന്നു. അങ്ങ് എല്ലാ സ്തുതികൾക്കും യോഗ്യനാകുന്നു. ഞങ്ങൾ താഴ്മയോടെ അങ്ങയെ ബഹുമാനിക്കുകയും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു. വഴിയും സത്യവും ജീവനുമായ അങ്ങയുടെ പുത്രനായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവനിലൂടെ അങ്ങയുടെ രക്ഷയുടെ ദാനം ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങയുടെ നിരുപാധികമായ സ്നേഹത്തിന് ഞങ്ങൾ പിതാവിനോട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 147:3. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 30:2. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യിരെമ്യാവ് 30:17 ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 33:6 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ അങ്ങയുടെ ഏകപുത്രനായ യേശുവിനെ അയച്ചപ്പോൾ അങ്ങ് ഞങ്ങളോടുള്ള വാഗ്ദാനം നിറവേറ്റി. ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു. യെശയ്യാവ് 53:4 ഇപ്രകാരം പറയുന്നു: അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റിരിക്കുന്നു, എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുന്നു. എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ അടുക്കൽ വരുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ഒരു ജീവനുള്ള ബലിയായി സമർപ്പിക്കാനും ദൈവവചനത്താൽ ഞങ്ങളുടെ മനസ്സുകളെ പുനർജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അങ്ങയുടെ നല്ലതും സ്വീകാര്യവും തികഞ്ഞതുമായ സ്നേഹവും സമാധാനവും ശക്തിയും ഞങ്ങൾ അനുഭവിക്കട്ടെ. കേൾക്കുന്നവരുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന എല്ലാ സ്വാഭാവികതകളും രോഗങ്ങളും സൗഖ്യപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്നവരുടെ മേൽ പൂർണ്ണ ആരോഗ്യവും രോഗശാന്തിയും പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ധൈര്യത്തോടെ അങ്ങയുടെ കൃപയുടെ സിംഹാസനത്തിലേക്ക് വരികയും കേൾക്കുന്നവരെ മോചനത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ശത്രുവിൻ്റെ ശക്തിയെ തകർത്ത് അവരുടെ ജീവിതത്തിൽ സൗഖ്യം വരുത്തണമേ. ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ സ്നേഹം നിറയ്ക്കണേ. അസ്വസ്ഥതകളും വേദനകളും മാറ്റണമേ. സ്വർഗീയപിതാവേ, യേശുവിൻ്റെ രക്തത്താൽ കേൾക്കുന്നവരെ സാത്താൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു. കേൾക്കുന്നവർ അഭിവൃദ്ധി പ്രാപിക്കുകയും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ മഹത്തായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.